ക്യാൻസേഴ്സിനെ പറ്റി പറയുമ്പോൾ ചില ക്യാൻസേഴ്സ് ഇങ്ങനെ കുറേ നാളത്തേക്ക് ഡോർമെൻ്റ് ആയിട്ട് കിടന്ന് വീണ്ടും അത് ആക്റ്റീവ് ആവുന്ന പോലെ വരും. അപ്പം പൊതുവെ പറയുന്നത് തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ ആ ക്യാൻസറിനെ എന്തോ രീതിയിൽ കൺട്രോൾഡ് ആയിട്ട് ബോഡിക്ക് കുറേ കാലം വെക്കാൻ പറ്റി. പിന്നെ ആ ബോഡിക്ക് ആ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് ആ ക്യാൻസർ വന്നത്. അത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നമ്മളൊരു ക്യാൻസർ വന്നു, അത് സർജറി ചെയ്തു, ഫുൾ ക്ലിയറൻസ് കിട്ടി. എന്നാലും സമാധാനത്തിന് വേണ്ടി കീമോയും റേഡിയേഷനും കൂടി എടുക്കും. ഞാനതാണ് സാധാരണ കാണുന്നത്. 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 7 മില്ലിമീറ്റർ സൈസുള്ള ക്യാൻസർ ഗ്രോത്താണ്. അതിന് 2 സെൻറ്റിമീറ്റർ ക്ലിയറൻസും കിട്ടി. എന്നാലും കീമോതെറാപ്പി എടുക്കും, അല്ലെങ്കിൽ റേഡിയേഷനെങ്കിലും എടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ പോയി ചിലപ്പം ഇനി ഇതിന് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ ഇതിന് ക്യാൻസർ ഇനി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ട്യൂമറിനെ വിട്ടിട്ടുള്ള ജനറ്റിക് സ്റ്റഡി ചെയ്യും. അപ്പം അതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ ആ ജനറ്റിക് സ്റ്റഡിക്ക് തന്നെ ഒരു 2.5 ലക്ഷം ഒരു 4 ലക്ഷം രൂപ വരെ വിലയുള്ള ടെസ്റ്റാണ് ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അത് ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കീമോതെറാപ്പി ഓർ ഇമ്മ്യൂണോതെറാപ്പി അതിനനുസരിച്ചുള്ള കീമോതെറാപ്പി റേഡിയേഷൻ ഇതെടുക്കും. ഇനി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും റേഡിയേഷനും കൂടി എടുക്കും. നമ്മളൊരു കാര്യം ഓർക്കണം, റേഡിയേഷൻ ഈസ് നോൺ ദാറ്റ് ക്യാൻസർ വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. ക്യാൻസർ നമ്മളുടെ ഒരു ബോഡി പാർട്ടിൽ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റിനാണെങ്കിൽ ആ ബ്രസ്റ്റിന് മാത്രമല്ലല്ലോ, അതിൻ്റെ ചെസ്റ്റ് വാളിന് മുഴുവൻ ലങ്സിലേക്കും ഹാർട്ടിലേക്കും ഒക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അപ്പം അവിടെയെല്ലാം ഇത് വരത്തെ നമ്മൾ 1 സെൻറ്റിമീറ്ററുള്ള ക്യാൻസറിനും അതിൻ്റെ ചുറ്റുമുള്ള 2 സെൻറ്റിമീറ്റർ കൂടി എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, ഈ റേഡിയേഷനും കൂടി എടുക്കുന്നത്. അപ്പം അത് തന്നെ നമ്മളുടെ ക്യാൻസറിൻ്റെ ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ വരാനുള്ള ഉള്ളതിനെ കളയാനെന്ന് കരുതിയായിരിക്കും നമ്മൾ ഈ കൊടുക്കുന്നത്. അതിൻ്റെ സത്യത്തിൽ ഞാൻ പലപ്പോഴും അതിൻ്റെ ലോജിക്ക് ആലോചിക്കാറുണ്ട്. അവിടെ ഒരു ക്യാൻസർ സെല്ലും ഇല്ല, പിന്നെ എന്തിനാണ് നമ്മളവിടെ കൊടുക്കുന്നത് എന്ന് പക്ഷേ ഇൻ്റർനാഷണൽ പ്രോട്ടോകോളിൽ അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഡോക്ടേഴ്സ് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ലോജിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ ആണ്, നമുക്കത് പുറമേ നിന്ന് നമുക്ക് പാൽപ്പേറ്റ് ചെയ്താൽ തന്നെ അറിയാവുന്ന കാര്യമാണ് അവിടെ വല്ലതും ഉണ്ടോ എന്നുള്ളത്. ഇനിയില്ല, നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, ഇതിനൊരു പെറ്റ് സ്കാൻ എടുത്ത് അതിനകത്ത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ നമ്മുടെ ക്യാൻസർ പോസിബിലിറ്റി കൂട്ടുന്ന ഒരു റേഡിയേഷൻ നമ്മൾ എടുക്കുന്നു എന്നുള്ള ഓരോ പേഷ്യൻറ്റും ചിന്തിക്കേണ്ട കാര്യമാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.